ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് കപ്പ ബോണ്ട. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 3 സെക്ഷനായിട്ടാണ് പറയേണ്ടി വരുന്നത്. ഒന്ന്, ആദ്യം കപ്പ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം വെച്ച് നല്ലപോലെ തിളപ്പിച്ച് പുഴുങ്ങി പൊടിച്ചെടുക്കുക. അടുത്തത് അതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാനുള്ള സംഗതികളാണ്. 3/4 കപ്പ് കടലമാവ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, കുറച്ച് കാശ്മീർ ചില്ലി പൗഡർ, അതൊരു കളർ കിട്ടാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് 1 നുള്ള് സോഡാപ്പൊടി, കുറച്ച് കായപ്പൊടി. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾക്ക് വഴറ്റാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഈ സവാള കുനുകുനാന്നരിഞ്ഞെടുക്കുക, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, കടുക്, പിന്നെ വറുക്കാൻ ആവശ്യമുള്ള എണ്ണ. അപ്പോൾ ഇതിൽ ഉപ്പ് ആവശ്യത്തിന്, ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചീനി ഒന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കപ്പ, ഏകദേശം 250 ഗ്രാം കപ്പയാണ് ചെറുതായിട്ട് അരിഞ്ഞ്, അപ്പോൾ ഇതുപോലെ കൊച്ചു കഷ്ണമായിട്ട് അരിഞ്ഞ്, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും വെച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കും. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞ് നമ്മളതൊന്ന് ശരിക്കും പൊടിച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ തിളക്കുന്നുണ്ട്. ഇനി ഒരെണ്ണം കുത്തി നോക്കണം വെന്തോന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല പൊടി പോലെ വെന്ത് കിട്ടണം, എന്നാലേ ഇതിൻ്റെ സക്സസ് ആകും. നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഊറ്റണം. അപ്പോൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പിന്നെ ഒന്ന് ആറിക്കഴിഞ്ഞിട്ട് പൊടിച്ചെടുക്കണം. കൈ കൊണ്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം. അപ്പോൾ ബാറ്റർ തയ്യാറാക്കാൻ പോകും. ബാറ്റർ തയ്യാറാക്കാൻ ഇതിൻ്റെ അകത്ത് 5 ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഈ കടലമാവ്, അരിപ്പൊടി, കാശ്മീർ ചില്ലി പൗഡർ, ഒരു നുള്ള് ബേക്കിംഗ് സോഡ, അത് കഴിഞ്ഞ് കായപ്പൊടി, അതും വളരെ കുറച്ചും. ഇനി ആവശ്യത്തിനൊരു, ഇതിപ്പോൾ നമ്മളിവിടെ ഈ ബാറ്ററിനുള്ള ഉപ്പ് മതി. അപ്പോൾ 1/4 ടീസ്പൂണ് പോലും വേണ്ട, ഇത്രയും മതി. 1/4 ടീസ്പൂണിൻ്റെ പകുതി. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം കുറേശ്ശെ ഒഴിച്ച് പരുവത്തിനാക്കി എടുക്കണം. വെള്ളം കൂടിപ്പോയാൽ പിന്നെ കൈവിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ വെള്ളം വളരെ കുറേശ്ശെ ഒഴിച്ച് കലക്കിയെടുക്കണം. നമ്മൾ വഴറ്റാനുള്ള സംഭവങ്ങളൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കപ്പ നല്ല പൊടി പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ബാറ്റർ റെഡി. അപ്പോൾ ഇനി നമ്മൾ വഴറ്റുക. അപ്പോൾ ഒരു കടായി ചൂടാകാൻ അടുപ്പത്ത് വെക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലോട്ട് ഒഴിക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞ് കടുകിടുക. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് അതിലോട്ട് വേപ്പില ഇടുക. വേപ്പില ഇട്ട് കഴിഞ്ഞ് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അതൊന്ന് ചെറുതായിട്ട് വഴന്ന് കഴിയുമ്പോൾ സവാള അരിഞ്ഞ് വെച്ചിരിക്കണേക്ക് ഈ സമയത്ത് ഒരിച്ചിരി ഉപ്പും കൂടെ ഇടും.
ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടെ ഇടും. ഉപ്പ് ഈ സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ സവാള നല്ലപോലെ കുറേ കൂടെ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇളക്കുക. ഈ സമയത്ത് ഈ പച്ചമുളകിൻ്റെ എരിവ് പോരാന്നുണ്ടെങ്കിൽ ഒരിച്ചിരി മുളക് പൊടിയും കൂടെ ഇടാവുന്നു. അപ്പോൾ ഒരു ചെറിയ കളറും ഒക്കെ കിട്ടും. ഒരിച്ചിരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരു ചെറിയ സവാള കഷ്ണം എടുത്തൊന്ന് ചവച്ച് നോക്കണം. നല്ലപോലെ വെന്തോന്ന് നോക്കണം. ഒരു കഷ്ണം എടുത്തൊന്ന് കടിച്ച് നോക്കണം, വെന്ത്. അപ്പോൾ ഇനി അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇടുക. അത് നല്ലപോലെ ചിക്കി മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇത് ഇറക്കി വെക്കുക, ആറാനായിട്ട് വെക്കുക. ആറിക്കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇനി നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലോട്ട് കിടക്കുകയാണ്. എണ്ണ തിളപ്പിക്കാൻ വെച്ചിരിക്കും. അപ്പോൾ ഇതുപോലെ ചെറിയ ബോൾസായിട്ട് ഇതുണ്ടാക്കിയെടുക്കുക ആദ്യം. ഇനി അത് ബാറ്ററിൽ മുക്കി വറുത്തെടുക്കുക. അത് മാത്രമേ ഉള്ളൂ ഇനിയത്തെ സ്റ്റെപ്പ്. അപ്പോൾ എണ്ണ അടുപ്പത്ത് ചൂടാകാൻ വെച്ചിരിക്കുക. എണ്ണ ചൂടായെന്നറിയാനായിട്ട് ഇതുപോലൊരു കൊച്ചു കഷ്ണം അതിലോട്ടിട്ട് നോക്കും. ഇല്ല, ചൂടായില്ല. ചൂടായിട്ടുണ്ടെങ്കിൽ അത് ഉടനെ പൊങ്ങി വരും. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഈ ബാറ്ററിൽ മുക്കി ഇതിലോട്ടെടുത്തിട്ട് ഇത് എണ്ണ അധികം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചെറിയ ഉണ്ടകളാണ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ്. ഇവിടെ ഇപ്പോൾ വേകാനുള്ളത് ആ പുറത്തുള്ള ബാറ്റർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം വെന്ത സാധനങ്ങളാണ്. എല്ലാ ഇടയ്ക്കൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരുമാതിരി ബോണ്ട ഒരുമാതിരി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ ഇട്ട ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ കോരി വെക്കുക. ഇനി അടുത്ത സെക്ഷൻ ഇതുപോലെ തന്നെ സെയിം പ്രൊസീഡിയർ. ഇനി ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുക്കാൻ ഈ സാധനവും ഉപയോഗിക്കാം. അങ്ങനെ ബാക്കിയുള്ള ബോണ്ടായും ഇതുപോലെ തന്നെ വറുത്തെടുക്കുക. അപ്പോൾ നിറം കണ്ടിട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും നേരത്തെ പോലെ കോരുക. അപ്പോൾ നമ്മുടെ അതിൻ്റെ കളർ കണ്ടിട്ട് ഈ മൂന്നാമത്തെ സെക്ഷനും റെഡിയായി. തീ ഓഫ് ചെയ്യുക. നമ്മുടെ കപ്പ ബോണ്ട റെഡിയായി. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.